ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റബിൾ പുലാവ് റെസിപ്പിയാണ്. നമ്മളെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം തന്നെ നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിലേക്ക് സവാളയും ഒരു 4-5 പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ബേ ലീവ്സ്, പിന്നെ ഏലക്കായി, പട്ട, ഗ്രാമ്പു ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ഫ്ലേവർ ആയിരിക്കും ഇതിൻ്റെ. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. അധികം ഗോൾഡൻ ബ്രൗൺ ഒന്നും വേണ്ട, ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ഗ്രീൻ പീസാണ്. പിന്നെ സോയ ചങ്ക്സാണ്. ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാലയാണ്. വീട്ടിലൊരു പൊടിച്ചെടുത്ത മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ്, കോളിഫ്ലവർ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി, ഒരു 2 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ച ബാസ്മതി അരിയാണിത്. കഴുകിയിട്ട് വെള്ളമൊക്കെ അരിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഒന്നിനോടൊന്ന് ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ വഴറ്റിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അരി ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായി എന്നിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു 1.5 ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതായത് 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 2 കപ്പ് മുഴുവനായിട്ട് ഒഴിക്കേണ്ട, കാരണം പിന്നെ കുഴഞ്ഞ പരുവത്തിലായി പോകും. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് നന്നായി മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്തിനാണ് നമ്മൾ അധികം കറികളൊന്നും ആവശ്യമില്ല. ഈ ഒരു വെജിറ്റബിൾ പുലാവോ ബിരിയാണിന്നോ എന്ത് വേണമെന്ന് പറയാം. അതിൻ്റെ കൂടെ ഒരു സലാഡും കൂടി ഉണ്ടെങ്കിലും അത് മാത്രം മതി നമുക്ക്. അപ്പോൾ നമ്മളെ കുക്കറിൽ വിസിൽ വന്നിട്ട് പ്രഷറൊക്കെ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് നമ്മളെ ഗാർഡനിൽ നിന്ന് കുറച്ച് പുതിന ഇല പറിച്ചെടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ടൊരു ചട്നി ഉണ്ടാക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ മക്കളെ? നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതൊന്ന് ചൂടാറിയാൽ ചോറ് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. കണ്ടില്ലേ? ഇതിൻ്റെ കൂടെ സലാഡും പിന്നെ നമ്മുടെ പുതിന ചട്നിയും അച്ചാറോ പപ്പടോ എന്ത് വേണമെങ്കിലും സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്.